അപ്പം നമസ്കാരം പറയാൻ രണ്ട് കൈക്കഴുത്തും മുന്തിരിയാണ്. ആമസോൺ ട്രീ ഗ്രേപ്പിനെ പറ്റി നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ആമസോൺ ട്രീ ഗ്രേപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. മനോഹരമായ രണ്ട് കുല, നല്ല തൂക്കവും വരുന്നുണ്ട്. ദുരിയാൻ, റംബുട്ടാൻ, അവക്കാഡോ, പുലാസാൻ, ഒത്തിരി ചെടികൾ നമുക്ക് കേരളത്തിൽ എല്ലാവരുടെയും ഇടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകളാണ്. അതിൽ കൂടുതലും ജനങ്ങളിലേക്ക് എത്താത്തത്, എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം, ജനങ്ങളിലേക്ക് എത്താത്ത ഒരു ഫ്രൂട്ടാണ് ആമസോൺ ട്രീ ഗ്രേപ്പ്. ഇതിനെപ്പറ്റി ഞാനൊരു 5-6 വർഷമായിട്ട് എനിക്കറിയാം. പക്ഷേ ഞാൻ കഴിച്ചേക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. ഇപ്പം ഈ ചെടി, ഇപ്പം നമ്മളിവിടെ കാണിച്ച ചെടി 3-ാം വർഷം ഇത് ഫ്ലവർ ചെയ്തു. 4-ാം വർഷം ആണ് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കാ പിടിക്കുന്നത്. പിന്നെ ഇതിനെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമിരിയാങ്ങ്, അതുപോലെ കാഗ്ജാം എന്ന് പറഞ്ഞ ചെടികളൊക്കെ ഒരു 6-7 വർഷം മുമ്പ് 500-800 രൂപയ്ക്കൊക്കെ വാങ്ങിയ സമയത്ത് ഇതിനൊരു 3000 രൂപയൊക്കെ ഇതിന് വിലയുള്ളപ്പോൾ ആരും അത് മേടിച്ച് വാങ്ങാൻ തയ്യാറായില്ല വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിനൊരു ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ മെയിൽ ഫീമെയിൽ ഇഷ്യൂ ഈ ചെടിക്കുണ്ട്. അതുകൊണ്ടാണ് ഇതാരും വെക്കാൻ തയ്യാറാവാത്തത്. പക്ഷേ ഇത് വെച്ച് നമുക്ക് കാ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആമസോൺ ട്രീ ഗ്രേപ്പ്, അതായത് ഇത് കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള, ഇത് പൊട്ടിച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിച്ചതാണ്. ഉണ്ടോ ഇതുപോലെ നല്ല സീഡ്ലെസ് മുന്തിരി പൊളിക്കുന്ന പോലെ ഇതിൻ്റെ തൊലി നമുക്ക് പൊളിച്ച് ഇതുപോലെ ഇങ്ങ് എടുക്കാം. നന്നായിട്ട് ചാറ് ഒഴുകുന്നുണ്ട്. അതായത് കണ്ടോ, നല്ല വലിപ്പമുണ്ട്. അതായത് കഴിച്ചു നോക്കാം. ഇതാണ് സീഡ്. നല്ല വലിപ്പമാണ്. ഒരു പഴം കൂടെ ഏതായാലും നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത കൂടെ കണ്ടോ, മുന്തിരിയുടെ കൂട്ട് നമുക്ക് അളിഞ്ഞു പോകുന്ന ആ ഒരു രീതി ഇതിനില്ല. നല്ല കട്ടിയോടുകൂടി തന്നെ നമുക്ക് മാംസളമായ ഭാഗമാണിത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ അടുത്തുണ്ട്. ഒരു കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കിലോ അടുത്ത് തൂക്കം വരും. ഒരു മരത്തിൽ നിന്ന് ഒരു കൊലയായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒരു 3 കിലോ അടുത്ത് തൂക്കം വരും. സൂക്ഷിപ്പ് കാലാവധി, അതിനെപ്പറ്റി ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലെയർ പ്ലാന്റോ ബഡ് പ്ലാന്റോ ഒന്നും നമുക്ക് ഇതിൽ വിജയമല്ല. ഇതിപ്പോൾ നമ്മൾ പറിച്ചെടുത്തതാണ്. മരത്തിൻ്റെ ചോട്ടിൽ പൊഴിഞ്ഞ് ചാടിയ ഒരു പഴത്തിൻ്റെ ഒരു ഇതുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ചോട്ടിൽ വീണതാണ്. നന്നായിട്ട് പഴുത്ത ഒരാഴ്ച കഴിഞ്ഞ് ചോട്ടിൽ തന്നെ അടർന്ന് വീണ ഒരു ചെറിയ കൊലയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 4-5 കായകളുണ്ട്. ഈ ചോട്ടിൽ വീണ് കിടന്നിട്ട് ഇപ്പം 3 ദിവസമായി. ആ 3 ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഏറെക്കുറെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു രൂപഭാവമാണ് പുറമെ. ഇത് കണ്ടോ, അതായിട്ട് ചുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ദിവസം ചോട്ടിൽ വീണതിന് ശേഷം എടുത്ത് വെച്ചതിന് ശേഷം 3 ദിവസമായ പഴമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഏതായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഒരു കാര്യവും കൂടെ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ടേസ്റ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിപ്പ് കാലാവധിയും ജബോട്ടിക്കാവയെ കഴിഞ്ഞും വളരെ കൂടുതലാണ് ഇതിന് സൂക്ഷിപ്പ് കാലാവധി. ഇത്തിരിയോടി മധുരവും ഇത്തിരിയോടി അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു ന്യൂനതകൾ ഞാൻ പറഞ്ഞല്ലോ, മെയിൽ ഫീമെയിൽ ഇഷ്യൂ ഉണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് പ്ലാന്റ് ചെയ്യേണ്ടത്. ജബോട്ടിക്കാബായി കഴിഞ്ഞു എന്തായാലും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ഫ്രൂട്ടാണ്. ഞെടുപ്പ് ഇപ്പോൾ സാധാരണ നമ്മുടെ മുന്തിരിയുടെ പോലെയുള്ള ഞെടുപ്പല്ല, ചെറിയ ഞെടുപ്പല്ല, നല്ല കട്ടിയുള്ള ഞെടുപ്പാണ്. ആ ഞെടുപ്പിൽ നിന്നും തന്നെ നമ്മൾ വേണ്ടോ അരക്കിലോ, ഈ 2 ചെറിയ കൊലയ്ക്ക് തന്നെ നല്ല തൂക്കം, 1/2 കിലോ തൂക്കമുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം. ഇപ്പം ഈ ഒരു കൊലയിൽ ഏകദേശം 6-7 കിലോ അടുത്ത് മുന്തിരി ഒരു കൊലയിലുണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ താങ്ങ് കൊടുക്കണം. ഇത് അല്ലെങ്കിൽ അവിടുന്ന് ഒടിഞ്ഞ് പോരും. ഇത് കണ്ടോ, ഈ മുളയുടെ തണ്ട് കൊണ്ട് താങ്ങ് കൊടുത്തേക്കുവാണ്. അതേ പൊക്കത്തിലുള്ള ഇതിനൊക്കെ താങ്ങ് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇത് ഭാരം കൊണ്ട് ഇത് ഒടിഞ്ഞു വീഴും. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ ഇത് റംബൂട്ടാനും പുലാസാനും പോലെയൊന്നും ഇതിൻ്റെ തടിക്ക്
ബലം ഇല്ല, ബലം ലേശം കുറവാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇതിനിപ്പോൾ വേറൊരു ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ചെയ്തേക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു മരം, ഈ മരത്തിൻ്റെ നടുക്കൊരു കമുക്, അതിൻ്റെ അടുത്ത് തൊട്ടടുത്തിത്. അപ്പോൾ അങ്ങനെ കമുകിൻ്റെ ഒരു ഷെയ്ഡും കിട്ടും. ആ കമുകയിലേക്ക് നമുക്ക് കെട്ടി നിർത്താനും പറ്റും. അപ്പോൾ അങ്ങനെ ഇത് പ്ലാന്റ് ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റുള്ളൂ. കാരണം അമിതമായ ഭാരം കൊണ്ട് 6 കിലോ ഒക്കെ തൂക്കം വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതുപോലെ വളരെ ബലക്കുറവാണ്. അപ്പം അങ്ങനെയൊരു പ്രശ്നം ഇതിനുണ്ട്. ആദ്യമേ പറഞ്ഞു 3-ാം വർഷം തന്നെ ഇത് ഫ്ലവർ ചെയ്തു. 4-ാം വർഷമാണ് കാ പിടിച്ച് നന്നായിട്ട് കിട്ടിയത്. 3-ാം വർഷത്തെ ഫ്ലവർ കാ പിടിച്ച് കിട്ടിയില്ല.